ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. എല്ലാവരും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. ശ്രീമൽ ഭാഗവതം എന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷമായ രൂപമാണ്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഉദ്ധവൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. തിരോധായ പ്രവിഷ്ടോഹം ശ്രീമൽ ഭാഗവതാർണവം എന്നാണ് അതിനെക്കുറിച്ച് ശ്രീമൽ ഭാഗവതത്തിൽ മഹാത്മ്യത്തിൽ പറയുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനും ദിവ്യമായിട്ടുള്ളൊരു പ്രകാശം അത് ദൃശ്യമായിട്ട് അത് നേരെ ഭാഗവത ഗ്രന്ഥത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് ആചാര്യന്മാർ പറയാറ്. അപ്പോൾ ശ്രീമൽ ഭാഗവതവും ഭഗവാനും അത് പറയുന്ന ആ വക്താവും കേൾക്കുന്നവനും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. ആ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആനന്ദം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ശ്രീമൽ ഭാഗവതത്തിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ശ്രീമൽ ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 17ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാം തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം നമ്പർ 17 ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാത കാലപരമധുസ്തരാ. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദ് ഈഹയാ അത്യക്രാമദ് അവിജ്ഞാതഃ കാലഃ പരമദുസ്തരഃ. അതായത് കുടുംബകാര്യങ്ങളിൽ അത്യധികമായിട്ടുള്ള ആസക്തിയുള്ളവരെയും പിന്നെ അങ്ങനെയുള്ള ചിന്തകളിൽ പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുന്ന ആളുകളെയും ഇവർക്ക് ഒരിക്കലും ഈ കാലത്തിനെ
അതിജീവിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ചാണക്യ പണ്ഡിതൻ പറയുന്നു, ഒരു 10,000 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് ഗുരുനാഥന്മാർ പറയാറുണ്ട്. ഗുരുനാഥൻ പറയാറുണ്ട്, ഗുരുവായൂരെ പത്മനാഭൻ വിചാരിച്ചാൽ പോലും ഒരു മിനിറ്റ് നമ്മൾ ജീവിതത്തിൽ കടന്നുപോയി തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. അത് അനർഘമാണ്. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ കാലഘട്ടത്തിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. മനുഷ്യന് മാത്രമേ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ എല്ലാ വിധത്തിലും ഏത് ശരീരം എടുത്തു കഴിഞ്ഞാലും ജനനം, മരണം, രോഗം, വാർദ്ധക്യം ഇതൊക്കെ അനുഭവിക്കേണ്ട ഒരു നിയോഗം വരാറുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത് സാധാരണ ജീവികൾക്ക് അറിയില്ല. മനുഷ്യനല്ലാത്ത മറ്റാർക്കും അത് അറിയാൻ സാധിക്കില്ല. മനുഷ്യന് മാത്രമേ വിശേഷ ബുദ്ധിയുള്ളൂ. അതുകൊണ്ട് ആ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഇനി അനുഭവിക്കാതിരിക്കാൻ, ഈ ഭൂമിയിൽ ഇനി വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ടതാണ് എന്നാണ് അതിൻ്റെ താല്പര്യം ഈ ശ്ലോകത്തിൻ്റെ എന്നാണ്. അപ്പോൾ എത്ര സുഖമായിട്ടുള്ള ജീവിതമാണെങ്കിലും ശരി, നമ്മൾ പറയണതൊക്കെ സുഖമാണ് ജീവിതം എന്നുള്ളത് പറയണു. എന്തിന്? എയറോപ്ലെയിനിലാണെങ്കിൽ പോലും നമ്മൾക്ക് ഭൂമിയിലേക്ക് താഴത്തേക്ക് ഇറങ്ങണ്ടേ, ആ യാത്ര കഴിയും താഴേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ക്ലാസ് ട്രെയിനിലാണെങ്കിൽ പോലും യാത്ര കഴിഞ്ഞാൽ ഇറങ്ങേണ്ടതായിട്ട് വരും. അതേപോലെ ആണ് നമ്മൾക്ക് ഏത് സുഖ സൗകര്യമുള്ള ഒരു ജീവിതമാണെങ്കിലും ശരി, ഇതിൽ നിന്നും നമ്മൾക്ക് ഒരിക്കൽ വിരമിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ആ സമയത്ത് ആനന്ദത്തോടുകൂടെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളാണ് ഈ ശരീരത്തിലിരുന്ന് കൊണ്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. 18ാമത്തെ ശ്ലോകം. വിദുരസ്തദഭിപ്രേക്ഷ്യ ധൃതരാഷ്ട്രമഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. വിദുരഃ തത് അഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യ ഇദം ഭയം ആഗതം. അപ്പോൾ വിതുരന് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടറിയാം. കാലത്തിനെ കുറിച്ചിട്ട്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നതിനെ കുറിച്ചിട്ട്, മറ്റുള്ളവരെ എങ്ങനെയാണ് ഇത് പറഞ്ഞ് ബോധിപ്പിക്കുക എന്നതിനെ കുറിച്ചിട്ടെല്ലാം വിതുരന് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയണം, മഹാരാജാവേ, അധികം താമസിക്കാതെ അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ച് ഒട്ടും മാന്തിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് ഇവിടുന്ന് ഇറങ്ങിത്തിരിക്കേണ്ടതാണ്, യാത്രയാവേണ്ടതാണ് ഇവിടുന്ന്. കാരണം അങ്ങ് ആലോചിച്ച് നോക്കൂ, അങ്ങയെ ഭയം എങ്ങനെയാണ് അങ്ങയെ ബാധിച്ചിരിക്കുന്നത് അങ്ങ് ശ്രദ്ധിച്ചു നോക്കൂ എന്നാണ്. അപ്പോൾ ഭഗവാൻ ധൃതരാഷ്ട്രനായാലും അർജുനനായാലും മരണത്തിന് ആരെയും ഭേദമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിതുരൻ കൊടുത്തിട്ടുള്ള ഈ ഉപദേശങ്ങൾ ധൃതരാഷ്ട്രർക്കും അതേപോലെ യുധിഷ്ഠിരനും എല്ലാവർക്കും അത് പ്രസക്തമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതം എത്ര കാലം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഒളിഞ്ഞു കിടക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഈ ധൃതരാഷ്ട്രക്ക് നിരാശ എങ്ങനെയാണ് ഇല്ലാതെ തീർന്നത്? കാരണം ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല. കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ജ്യേഷ്ഠനാണെങ്കിലും അയോഗ്യനാണ് എന്ന് അതിലുള്ള അവിടെ രാജ്യം ഭരിക്കാൻ അതിനൊരു ഉപദേശക സമിതി ഉണ്ട്. അവിടെ ഭീഷ്മരൊക്കെ അവിടെ വെച്ചിട്ട് തീരുമാനിക്കപ്പെട്ടു. ധൃതരാഷ്ട്രർക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ആ സമയത്താണ് പാണ്ഡുവിനാണ് അതിന് യോഗ്യത എന്ന് വന്നു. പാണ്ഡു ഇത് മനസ്സിലാക്കിയിട്ട് പാണ്ഡു എന്തു ചെയ്തു? തൻ്റെ ജ്യേഷ്ഠൻ തൽക്കാലം സിംഹാസനത്തിൽ ഇരിക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് പാണ്ഡു ദിഗ്വിജയത്തിനായിട്ട് പോയി. ധൃതരാഷ്ട്രർക്ക് സമാധാനമായി. കുറച്ച് കാലം തനിക്ക് സിംഹാസനത്തിൽ ഇരിക്കാമല്ലോ എന്ന് സമാധാനം തോന്നി. പിന്നെ പാണ്ഡു തിരിച്ചു വരുമ്പോൾക്ക് ധൃതരാഷ്ട്രർക്ക് വീണ്ടും സമാധാനക്കേടായി. കാരണം തിരിച്ചു വന്നാൽ രാജ്യം കൊടുക്കണ്ടേ. അപ്പോൾ വീണ്ടും സമാധാനക്കേടായി. അപ്പം അങ്ങനെ കുറച്ചു കാലം രാജ്യം ഭരിച്ചപ്പോഴാണ് പാണ്ഡു വിവാഹിതനായി മാറിയത്. പിന്നെ ആ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ പാണ്ഡുവിന് ഒരു വനത്തിൽ വെച്ചിട്ട് ഒരു മുനിയുടെ ശാപവും കിട്ടിയിരുന്നു.
അപ്പോൾ ധൃതരാഷ്ട്രർക്ക് സമാധാനമായി. കാരണം പാണ്ഡുവിന് ശാപം കിട്ടിയത് എന്താണ്? അദ്ദേഹത്തിന് സ്ത്രീകളായിട്ട് എന്തെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ള സ്പർശം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അദ്ദേഹം മരിക്കും എന്നുള്ളത്. ധൃതരാഷ്ട്രർക്ക് അപ്പോഴും സമാധാനമായി. കാരണം ഇനി അനന്തരാവകാശികൾ ഉണ്ടാവില്ലല്ലോ എന്നാണ്. ഇത് തൻ്റെ ഈ ഒരു അവസ്ഥ, ആ ശാപത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പാണ്ഡു മഹാരാജാവ് എന്തു ചെയ്തു? തൻ്റെ പത്നിമാരോടുകൂടി വനത്തിലേക്ക് പോവാണ് ഉണ്ടായത്. അങ്ങനെ ആ വനത്തിൽ വെച്ചിട്ട് ആണ് കുന്തിദേവി തൻ്റെ 3 പുത്രന്മാരെ പ്രസവിക്കുന്നത്. ദുർവാസാവ് കൊടുത്തിട്ടുള്ള വരത്തിൻ്റെ ഫലമായിട്ട് ഏത് ദേവതയും ആവാഹിക്കാനുള്ള ഒരു പ്രഭാവം ഈ മന്ത്രത്തിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുന്തിദേവിക്ക് ഒരു അധപ്പതനം സംഭവിച്ചോ? ഇല്ല. കാരണം അവർ ദിവ്യമായിട്ടുള്ള ആ ഭാവത്തിലാണ്, ഒരു സങ്കല്പം കൊണ്ടാണ് ഇന്ദ്രദേവന് കുന്തിദേവിയിൽ അർജുനൻ ഉണ്ടായത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഭൗതികമായ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ആത്മീയതയിൽ ലയിച്ചിരിക്കുന്നവർക്ക്, അതിൽ ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാനായിട്ട് സാധിക്കും. അതായത് ധർമ്മരാജാവിൻ്റെ ഒരു അംശമായിട്ടാണ് ഇവിടെ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ ജനിച്ചത്. വായുദേവൻ കുന്തിദേവിയുടെ ശരീരത്തിൽ സ്പർശിക്കാതെയാണ് ആ ചൈതന്യം, വായുദേവൻ്റെ ചൈതന്യം കുന്തിദേവിയിലേക്ക് പകർന്നത്. നകുല സഹദേവന്മാർ മാദ്രിയുടെ പുത്രന്മാർ. അപ്പോൾ ഒരു നിമിഷം മാദ്രിയോട് ചെറിയ ഒരു മനസ്സിനുള്ള ആഗ്രഹം തോന്നി എന്നുള്ള കാരണം കൊണ്ട് പാണ്ഡു ശരീരം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് അപ്പോഴും സമാധാനമായി. കാരണം ഈ കുട്ടികൾ തിരിച്ചു വരില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ എന്തെന്നില്ലാത്ത ദുരാഗ്രഹം കൊണ്ട് സിംഹാസനത്തിനോടുള്ള അത്യാർത്തി, ഇപ്പോൾ എന്താ, എല്ലാം നഷ്ടപ്പെട്ടു ധൃതരാഷ്ട്രർക്ക്. താൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴും രാജാവ് എന്ന് സംബോധന ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത്രയൊക്കെ ആയിട്ടും യുധിഷ്ഠിരൻ വാസ്തവത്തിൽ തൻ്റെ വലിയച്ഛനല്ലേ എന്നുള്ളതിൽ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് ബഹുമാനങ്ങളും കൊടുത്ത് രാജാവ് എന്നുള്ള ആ ഭാവം അദ്ദേഹത്തിന് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോഴും രാജാവ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുകയാണ് വിതുരൻ പറയുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജീവിതം മുഴുവൻ എപ്പോഴും രാജാവായിരിക്കാൻ, ഭൗതിക ലോകത്തിൽ എപ്പോഴും രാജാവായിരിക്കാൻ, പിന്നെ മരിച്ചുപോയ രാജാവായിരിക്കാൻ എല്ലാവർക്കൊന്നും ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഭീതിജനകമായിട്ടുള്ള കാലത്തിനെക്കുറിച്ച് അങ്ങ് ഓർത്ത് അങ്ങ് വളരെ പെട്ടെന്ന് ഇവിടുന്ന് ഇത് വിട്ടിട്ട് അങ്ങ് പോവേണ്ടതാണ് എന്ന് പറയാണ്. 19ാമത്തെ ശ്ലോകം. പ്രതിക്രിയാനയസ്തിഹ കുതശ്ചിൽ കർഹിജിൽ പ്രഭോ സയേഷ ഭഗവാൻ കാല സർവേഷാം ന സമാഗതാം. പ്രതിക്രിയ ന യസ്യ ഇഹ കുതശ്ചിൽ കർഹിജിൽ പ്രഭോ സ ഏഷ ഭഗവാൻ സ കാല സർവേഷാം ന സമാഗത. അതായത് ഈ ഭയാനകമായിട്ടുള്ള ഈ അവസ്ഥ ഉണ്ടല്ലോ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതാണ്. കാലത്തിൻ്റെ, മരണത്തിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ എല്ലാം അവസാനിക്കുന്ന ഒരവസ്ഥ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആർക്കും അതിന് പരിഹാരം കാണാൻ സാധിക്കാത്തതാണ്. കാരണം എന്താണ്? ഭഗവാൻ ആ കാലത്തിൻ്റെ രൂപത്തിൽ, അതാണ് അന്തപുരുഷരൂപേണ കാലരൂപേണയോ ബഹി എന്നാണ് കപിലോപാഖ്യാനത്തിൽ പറയണത്. അപ്പോൾ കാലത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ നമ്മളെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരെയും കാലം സമീപിച്ചിരിക്കുകയാണ്. ആർക്കും അതിന് ഒഴിവാവാൻ സാധിക്കില്ല. അതിന് ഒരിക്കലും അതിൻ്റെ പരിഹാരം, മരിക്കാതിരിക്കാൻ ഒരു പരിഹാരം കാണാനും പറ്റില്ല. മരിക്കാതിരിക്കാൻ എന്ത് വേണം? ജനിക്കാതിരിക്കണം, അത്രയേ ഉള്ളൂ. ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ ശരണാഗതി പ്രാപിക്കണം. അതാണ് ഭൗതിക വസ്തുവിലെ ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോ ഒരു കേന്ദ്രത്തിനും മരണത്തെ തടുത്തു നിർത്താൻ സാധിക്കില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. 20ാമത്തെ ശ്ലോകം. ഏന ചൈവാഭിപന്നോയം പ്രാണൈ പ്രിയതമൈരപി അത സദ്യോ വിയുജ്യേത കിമുദാ നിർധനാദിഭി. യേന ചൈവാഭിപന്നോയം പ്രാണൈ പ്രിയതമൈരപി ജനഃ സദ്യോ വിയുജ്യേതാം കിമുദാ നിർധനാദിഭി. യേന ച ഏവ അഭിപന്നഃ അയം
പ്രാണൈः പ്രിയതമൈः अपि जनः सद्यः वियुज्येत किं उत अन्यैः धन आदिभिः. അതായത് കാലത്തിൻ്റെ സ്വാധീനമുള്ളവരാണ്, എല്ലാവരും കാലം സ്വാധീനിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം പ്രാണൻ ഉപേക്ഷിച്ചിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ അവനവൻ സമ്പാദിച്ച ധനം, കുട്ടികൾ, ഭൗതികമായ സമ്പത്തുകൾ, അത് സൗകര്യങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിക്കുമോ എന്നുള്ളത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾക്ക് പറയാതെ തന്നെ നമ്മൾക്കത് അറിയാൻ സാധിക്കണം. പ്രാണൻ ഉപേക്ഷിക്കുക, അപ്പോൾ മറ്റേതൊക്കെ ഇല്ലാതെയാവും എന്നുള്ളത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്തെങ്കിലും ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് എന്നാണ് വിതുരൻ ചോദിക്കുന്നത്. പല വിധത്തിലും പല വിധത്തിലും പല തൊഴിലും ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഭൗതികമായ സുഖങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അനേകം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർ കാലത്തിന് അധീനം, അവരെല്ലാവരും കാലം അവരിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാലം ആരെയും ഒഴിവാക്കുന്നില്ല എന്നാണ് പറയണത്. നമ്മൾ കാലത്തിൻ്റെ പ്രഭാവത്തെ തക്കാൻ പ്രാപ്തിയുള്ള ഒരു ജീവാത്മാവും ഈ വിശ്വത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രീല പ്രഭുപാദർ വ്യാഖ്യാനത്തിൽ പറയുന്നത്. കാലത്തിൻ്റെ പ്രഭാവത്തിനെ കുറിച്ചിട്ട് അനേകം കാവ്യങ്ങളും രചിച്ചിട്ടുണ്ട്. കാലം ആരെയും കാത്തു നിൽക്കില്ല എന്ന് ജീവിതത്തിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഓരോരുത്തർ അവരവരുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട്. ചിലരെൻ്റെ പൂവന തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ചിലരൻ മണൽക്കാട്ടിൽ ഒരു തുള്ളി ദാഹജലവും കിട്ടാതെ ആർത്തരായി തളരുന്നു. പൂന്തോപ്പിലിരിക്കുന്നോർ നാമം പുകഴ്ത്തുമ്പോൾ താന്തരായി മരുഭൂമിയിൽ നിൽക്കുവോർ ശപിക്കുന്നു. ഒരു ഭാഗത്തൻ രൂപം സുന്ദരമായി കാണുന്നു, മറുഭാഗത്തോ വെറും വൈരൂപ്യം ദർശിക്കുന്നു എന്നാണ്. കാലത്തിന് ഒരു സ്ഥലത്ത് സന്തോഷകരമായ അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് എന്താണ്? ദുഃഖങ്ങൾ മാത്രം കാണാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ കാലത്തിൻ്റെ പ്രഭാവത്തിനനുസരിച്ച് ഇങ്ങനെ സുഖദുഃഖങ്ങൾ മാറി മാറി വരും എന്നാണ് പറയണത്. പിന്നെ ധൃതരാഷ്ട്രയുടെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് വിതുരൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ്. പിതൃഭ്രാതസുഹൃൽപുത്ര ഗഹതാസ്തേ വിഗതം വയം ആത്മാച ജരയാഗ്രസ്ത പരഗേഹമുപാസസേ. പിതൃഭ്രാതൃസുഹൃൽപുത്ര ഹതാസ്തേ വിഗതം വയം ആത്മാച ജരയാഗ്രസ്ത പരഗേഹമുപാസസേ. അതായത് പിതൃ ഭ്രാതൃ സുഹൃത്ത് പുത്രാഹ ഹതാഹ തേ വിഗതം വയം ആത്മാ ച ജരയാ ഗ്രസ്തഃ പരഗേഹം ഉപാസസേ. അതായത് അങ്ങയുടെ പിതാമഹന്മാരായിട്ടുള്ളവർ, പിന്നെ സഹോദരന്മാരായിട്ടുള്ളവർ, സുഹൃത്തുക്കൾ, പുത്രന്മാർ, ഇവരെല്ലാവരും ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞു. പിതാമഹൻ ഭീഷ്മർ, പിന്നെ ഗുരുനാഥന്മാരായിട്ടുള്ള ദ്രോണാചാര്യൻ മുതലായിട്ടുള്ളവർ, സുഹൃത്തുക്കളായിട്ടുള്ളവർ, ധൃതരാഷ്ട്രർക്ക് സുഹൃത്തുക്കൾ ധാരാളം ഈ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു പോയിട്ടുണ്ട്, ജീവൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. സ്വന്തം പുത്രന്മാർ ഇവരെല്ലാം ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞു മഹാരാജാവേ. ജീവിതത്തിൻ്റെ ആത്മാജ ജരയാഗ്രസ്ത അങ്ങയുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു പോയി. കാരണം പ്രായമായി ഒരുപാട്. അപ്പോൾ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും അപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങയുടെ ശരീരമാണെങ്കിൽ ഇപ്പോൾ വളരെ ദുർബലമായി പോയിട്ടുണ്ട്. ആത്മാജ ജരയാഗ്രസ്ത, ജരാനര ബാധിച്ചിട്ടുണ്ട് അങ്ങക്ക്. പിന്നെ അങ്ങ് എവിടെ താമസിക്കുന്നത്? ഇതേവരെ ശത്രുക്കളായിട്ട് വിചാരിച്ചിരുന്ന, എങ്ങനെയാണ് അവരൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്, അങ്ങനെയുള്ള സ്വന്തം സഹോദരൻ്റെ പുത്രന്മാർ, ശത്രുവിൻ്റെ ഭാവത്തിൽ കണ്ടിരുന്നവർ, അവരുടെ അടുത്താണ് അങ്ങ് താമസിക്കുന്നത് എന്ന് അങ്ങ് ഓർമ്മിച്ചാൽ തർക്കമില്ല എന്നാണ്. അപ്പോൾ എല്ലാവരും, അത് അങ്ങയുടെ സഹോദരൻ പാണ്ഡു മരണത്തിനിരയായി കഴിഞ്ഞു. അഭേദകാംക്ഷികളും സുഹൃത്തുക്കളായിട്ടുള്ളവർ എല്ലാവരും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബന്ധമിത്രാദികളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് തൻ്റെ സഹോദരനായിട്ടുള്ള പാണ്ഡുവിൻ്റെ പുത്രന്മാരുടെ കാരുണ്യം കൊണ്ടാണ് അങ്ങിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങ് അവരെയാണോ ആശ്രയിക്കേണ്ടത്?
വാസ്തവത്തിൽ ഒരാൾ അവനവൻ്റെ സ്വകർമ്മം സ്വന്തം കർമ്മം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് പരമദിവ്യാത്മ പുരുഷനായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിതുരൻ ധൃതരാഷ്ട്രർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു. എന്താ വിരക്തി വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത് എന്നാണ്. 22-ാമത്തെ ശ്ലോകം. പിന്നെ ഒന്നുകൂടി ആ ധൃതരാഷ്ട്രയുടെ അവസ്ഥയെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നു ഇവിടെ. അന്ധപുരൈവ ബധിരോ മന്ദപ്രജ്ഞാശ്ച സാമ്പ്രതം വിശീർണദന്തോ മന്ദാഗ്നി സരാഗ കഫമുദ്വഹൻ. അന്ധഃ പുരാ ഏവ ബധിരഃ മന്ദപ്രജ്ഞാഃ ച സാമ്പ്രതം വിശീർണദന്തഃ മന്ദാഗ്നി സരാഗ കഫം ഉദ്വഹൻ. ജന്മനാ അന്ധനാണ് അങ്ങ്. ഇപ്പം അങ്ങക്ക് ചെവി വേണ്ട വിധത്തിൽ കേൾക്കാനും സാധിക്കുന്നില്ല. അങ്ങയുടെ ഓർമ്മ, അങ്ങക്ക് ബുദ്ധിക്ക്, അങ്ങയുടെ ഓർമ്മക്കുറവ് വന്നു തുടങ്ങിയിരിക്കുന്നു അങ്ങക്ക്. പിന്നെ ബുദ്ധി മന്ദിച്ചു പോയിരിക്കുന്നു. അങ്ങയുടെ പല്ലുകൾക്കൊക്കെ ഇളക്കം തട്ടിയിട്ടുണ്ട്. കരളിന് തകരാറ് വന്നിട്ടുണ്ട് അങ്ങക്ക്. ചുമയ്ക്കുമ്പോൾ ഈ കഫം, അതായത് കഫമുദ്വഹൻ, ചുമയ്ക്കുമ്പോൾ കഫം ഇങ്ങനെ കൊഴുത് ഒക്കെ മരണത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം മരണത്തിൻ്റെ ലക്ഷണമാണ്. എന്താ വെച്ചാൽ പുറമേ അങ്ങക്ക് അകക്കണ്ണും കാണില്ല, പുറമേക്കും കണ്ണ് കാണില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് എന്നാണ്. അപ്പോൾ വിതുരനെ പോലുള്ള യോഗിമാർ, വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവർ ധാരാളം ഉണ്ട് ലോകത്ത്. അന്നൊരു ധൃതരാഷ്ട്രം ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ധാരാളം ധൃതരാഷ്ട്രന്മാരുണ്ട്. ഒന്നല്ല, അനേകം ധൃതരാഷ്ട്രന്മാരുണ്ട് ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആ ധൃതരാഷ്ട്രയെ പോലെ സ്വഭാവമുള്ള ആളുകളെ വിതുരനെ പോലെ ഉള്ള നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള സന്യാസി വര്യന്മാർ, യോഗികളായിട്ടുള്ളവർ, ഇങ്ങനെ മൂഢന്മാരായിട്ടുള്ള ഇതേപോലെയുള്ള ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള ആളുകളെ സമീപിച്ച് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത്, അവരെ നന്നാവാൻ വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരെ അധിക്ഷേപിക്കുന്നു. ഇത്തിൽക്കണ്ണിയാണെന്ന് പറയുന്നു. അവരൊക്കെ സമൂഹത്തിൽ ഇത്തിൽക്കണ്ണിയെ പറയുന്നു. എന്നിട്ട് അവരെ അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയുള്ള സന്യാസിമാരുടെ, സജ്ജനങ്ങളുടെ വാക്കുകൾ ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ്. എന്നിട്ട് വാസ്തവത്തിൽ എന്താ ചെയ്യുക അവർ? അങ്ങനെയുള്ളവരെന്താ ചെയ്യുക? യാതൊരു നിയന്ത്രണവും വേണ്ട ജീവിതത്തിന് എന്ന് പറയുന്ന ഒരുപാട് സന്യാസിമാരുണ്ട്. പിന്നെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ദിവ്യത്വം കാണിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ കപട സന്യാസിമാരെയൊക്കെ സ്വാഗതം ചെയ്തവരെ സ്വീകരിക്കുക, അവരുടെ അടിമകളായിട്ട് തീരുക. യഥാർത്ഥത്തിൽ ഉള്ള സജ്ജനങ്ങളുടെ ആ സംഘം വിട്ടിട്ട് കപടന്മാരായിട്ടുള്ളവരെ ആശ്രയിക്കുന്നു. അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്ന് ശീല പ്രഭുപാദർ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നു. 23-ാമത്തെ ശ്ലോകം. അഹോ മഹീയസി ജന്തോർജീവിതാശായയാ ഭവാൻ ഭീമ അപവർജിതം പിണ്ഡമാദത്തെ ഗൃഹപാലവത്. അഹോ മഹീയസി ജന്തോർജീവിതാശായയാ ഭവാൻ യഥാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡമാദത്തെ ഗൃഹപാലവൽ. അഹോ മഹീയസി ജന്തോഹോ ജീവിത ആശ യഥാ ഭവാൻ ഭീമാ അപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത്. ഇവിടെ വിതുരൻ എന്താ പറയണത്? അങ്ങയുടെ അവസ്ഥ വെറും ഒരു ശ്വാവിൻ്റെ അവസ്ഥയല്ലേ? യജമാനൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടത്തിന് വേണ്ടിയിട്ട് കാത്ത് കിടക്കുന്ന, വടക്കുപുറത്ത് കിടക്കുന്ന ശ്വാക്കളുണ്ട്. അതേപോലെയല്ലേ അങ്ങയുടെ അവസ്ഥ? എന്നിട്ടും അങ്ങക്ക് ജീവിക്കണമെന്ന് വളരെ ആഗ്രഹം തോന്നുന്നു. ഇപ്പോൾ ആരാണ് തരുന്നത് ഇവിടെ? ഭീമാപവർജിതം പിണ്ഡമാദത്തെ ഗൃഹപാലവൽ എന്നാണ് പറയുന്നത്. അതായത് ഭീമസേനൻ എടുത്തു പറയാൻ പ്രത്യേക കാരണമുണ്ട്. ഭീമസേനൻ കൊടുക്കുന്ന ആ പിണ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ ആഹാര സാധനം എന്നാണ് ഇവിടെ അർത്ഥം. അത് ഒരു ശ്വാവിനെ പോലെ അങ്ങ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ ഭീമസേനനെ പ്രത്യേകത്ത് പറയാൻ എന്താ കാരണം? ഈ ദുര്യോധനും ദുശാസനും ധൃതരാഷ്ട്രർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രന്മാരായിരുന്നു. ആ പ്രിയപ്പെട്ട പുത്രന്മാരെ 101 പേരെയും തല്ലിക്കൊന്നത് ഭീമസേനാണ്. പക്ഷേ പ്രത്യേകിച്ചും ദുര്യോധനെയും ദുശാസനെയും ഭീമസേനാണ് അടിച്ചു കൊന്നത്.
അപ്പോൾ അവരെ അടിച്ചു കൊല്ലുന്ന സമയത്ത് അത്രയും പ്രിയപ്പെട്ട പുത്രന്മാരെ കൊന്നിട്ടുള്ള ആളാണ് ഇവിടെ ധൃതരാഷ്ട്രക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇത്ര നാണമില്ലല്ലോ അങ്ങക്ക് എന്നാണ്. എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? അദ്ദേഹത്തിന് വിരക്തി വരണം തൻ്റെ വാക്ക് കേട്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതേപോലെ വിതുരൻ സംസാരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ധൃതരാഷ്ട്രരെ പോലെയുള്ള ആളുകൾ ധാരാളം ഇന്നത്തെ കാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോവാനുള്ള ഒരു വിശേഷപ്പെട്ട ഉപകരണമായിട്ടുള്ളതാണ് ഈ ശരീരം. അത് ഓർമ്മിപ്പിക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രരുടെ സ്വഭാവമുള്ള അനേകം ആളുകൾ എന്ത് ചെയ്യണോ, അവർ ഇനിയും സുഖകരമായി ജീവിക്കാനുള്ള ആ സംവിധാനം ഒരുക്കാനുള്ള ബദ്ധപ്പാടിലാണ് അങ്ങനെയുള്ള ധൃതരാഷ്ട്രന്മാർ എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ലോകത്തിൽ ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ, ഭഗവാനെക്കുറിച്ച് ഒരിക്കൽ കേട്ടാൽ ആകർഷണം വന്നു കഴിഞ്ഞാൽ, ഭഗവാന്റെ ലോകത്തിലേക്ക് ഒരു ജീവൻ അനായാസമായിട്ട് എത്തിക്കഴിഞ്ഞാൽ, അതോ അനായാസം എന്ന് വെറുതെ പറയുകയാണ്, കാരണം എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം മനസ്സിനെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത് സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ആദ്യമൊക്കെ എത്തതഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായി തോന്നും, പിന്നെ കുറേ കഴിഞ്ഞാൽ അത് നമ്മളെ ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് മാറും എന്നാണ്. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും വീണ്ടും ഈ ലോകത്തിലേക്ക് വരാൻ ആരും ആഗ്രഹിക്കില്ല. ഇപ്പോൾ വാസ്തവത്തിൽ വിതുരനെ പോലെയുള്ള, അതായത് പ്രീച്ചർമാരുണ്ട്, ഈ ശ്രീമദ് ഭാഗവതം അതൊക്കെ അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. പ്രചരിപ്പിക്കുന്നവർക്ക് വളരെ ഉത്തരവാദിത്വമാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അവർക്ക് അങ്ങനെ ഒരാൾ പ്രചരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഉപദേശങ്ങൾ കൊടുത്ത് മറ്റുള്ളവരെ ഉയർത്താൻ ഒരാൾ തയ്യാറാവുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ എന്ന് ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ധൃതരാഷ്ട്രർ ചെയ്തിട്ടുള്ള ആ അതിക്രമങ്ങളെക്കുറിച്ചിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. അഗ്നിർനിശിഷ്ടോ ദത്തശ്ചാഗരോ ദാരാശ്ച ദൂഷിതാഃ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈര സുഭിക്കിയത്. അഗ്നിഃ നിസൃഷ്ടഃ ദത്തഃ ച ഗരഃ ദാരാഃ ച ദൂഷിതാഃ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈഃ അസുഭിക്കിയത്. അതായത് ഭീമസേനന് വിഷം കൊടുത്തു, അരക്കില്ലത്തിലിട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചു നോക്കി, വധിക്കാൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ അവരുടെ ഔദാര്യത്തിലാണ്. പിന്നെ ധാരാശ്ച ദൂഷിതാഃ, അവരുടെ പത്നിയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള പാഞ്ചാലിയെ അപമാനിക്കാൻ ശ്രമിച്ചു നോക്കി. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങ് അവരുടെ രാജ്യമൊക്കെ അപഹരിച്ചു, പത്നിയെ അപമാനിച്ചു. അങ്ങേക്ക് ഔദാര്യത്തിൽ കഴിയാനുള്ള അവരുടെ ഔദാര്യം സ്വീകരിക്കാനുള്ള അർഹത തന്നെ ഇല്ല അങ്ങക്ക് എന്നാണ് വിതുരൻ ധൃതരാഷ്ട്രനോട് ഉപദേശിക്കുന്നത് എന്നാണ്. നിന്ദ്യമായ ജീവിതമാണ് ഇവിടെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് അത്യന്തം ആഡംബരമായിട്ടുള്ള ആ അവസ്ഥയിൽ ഇനിയും ജീവിച്ചിരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിക്കാനുള്ള ആശ ഞാൻ ലോകത്തിൽ ആർക്കും കണ്ടിട്ടില്ല. മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടാണ് വിതുരൻ ഇത് പറയുന്നത് എന്നാണ്. തസ്യാപതവദേഹോയം കൃപണസ്യ ജിജീവിഷോഹ പരയിത്യനിക്ഷതോ ജീർണോ ജരയാ വാസസേ ഇവാം. മരിക്കുവാൻ ആഗ്രഹിക്കാതിരിക്കുക ഒരാൾ, പിന്നെ അവനവൻ്റെ കീർത്തി അഭിമാനവും മുതലാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാലും മരിക്കാൻ ആഗ്രഹിക്കാതിരിക്കുക. പിന്നെ അവനവൻ്റെ കീർത്തി അഭിമാനമൊക്കെ ഉണ്ട്, അതൊക്കെ അതിനനുസരിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുക. എന്നാലും ഒരു കാലം കഴിഞ്ഞാൽ എങ്ങനെയാണോ പഴയ വാസാംസി ജീർണാനി യഥാവിഹായ എന്നാണ്, പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നാണ്. അപ്പോൾ അങ്ങ് മരിക്കാൻ അങ്ങക്ക് ഇഷ്ടമില്ല, ഇനി ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നങ്ങ് വളരെയധികം ആഗ്രഹിച്ചു കഴിഞ്ഞാലും അങ്ങയുടെ ശരീരം ക്രമേണ ദുർബലമായി തീരും. അങ്ങ് തീർച്ചയായിട്ടും മരിക്കാതിരിക്കില്ല അങ്ങ് എന്നാണ്. ഇവിടെ കൃപണസ്യ ജിജീവിഷോ എന്നുള്ള ഈ രണ്ട് വാക്കുകൾക്ക് പ്രത്യേകം അർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. കൃപണൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
പിശുക്കന്മാരായിട്ടുള്ളവർ, ലുബ്ധന്മാരായിട്ടുള്ളവർ, ഭൗതിക ശരീരത്തെക്കുറിച്ചിട്ട് യാതൊരു മതിപ്പും അവർക്കില്ല എന്നാണ്. ജിജീവിഷോഹോ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. ബ്രാഹ്മണരെങ്ങനെ, കൃപണനും ബ്രാഹ്മണനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൃപണന് എന്ന് പറഞ്ഞാൽ അവൻ ഈ ശരീരത്തിൻ്റെ വില എന്താണെന്നുള്ളത് അറിയില്ല. ബ്രാഹ്മണൻ പറഞ്ഞാൽ എന്താണ്? തന്നെക്കുറിച്ച് അറിയാം, തൻ്റെ ശരീരത്തിനെ കുറിച്ചിട്ട് അറിയാം. അതിനോട് സൂക്ഷ്മമായിട്ടുള്ള ബഹുമാനവും ഈ ശരീരത്തിനോടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലാണ് ഈ ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്ന് ആ ബ്രാഹ്മണന് അറിയാം എന്നതാണ്. അപ്പോൾ ഈ അപ്പോൾ ഇത്രയ്ക്കായിട്ടും ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ധൃതരാഷ്ട്രയെ കൃപണൻ എന്ന വിതുരൻ ഇവിടെ സംബോധന ചെയ്യുന്നത് എന്നാണ്. കൃപണസ്യ എന്നിവിടെ സൂചിപ്പിക്കാൻ അതാണ് കാരണം. ഗതസ്വാർത്ഥനിയമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജയിക്കാൽ സവയ ധീര ഉദാഹൃത. കൃപണനാര്, ധീരനാര് എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാൽ സവൈ ധീര ഉദാഹൃതം. ഗതഃ സ്വാർത്ഥം ഇമം ദേഹം വിരക്തഃ മുക്തബന്ധനഃ അവിജ്ഞാതഗതിഃ ജഹ്യാൽ സ വൈ ധീര ഉദാഹൃത. ഈ ഭൗതികശൂന്യമായ ശരീരം ഉപയോഗശൂന്യമായിട്ട് മാറുന്ന സമയത്ത് എല്ലാ ബാധ്യതകളിൽ നിന്നും അവൻ സ്വതന്ത്രമായിട്ട് മാറേണ്ടതുണ്ട്. എന്നിട്ട് വിജനമായ ഒരു അജ്ഞാതമായ സ്ഥലത്ത് ജീവൻ പരിത്യജിക്കുന്ന ആ വ്യക്തിയാണ് ധീരൻ എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ പല സ്ഥലത്തും ഹരിദ്വാറിലും പല സ്ഥലത്തും സഞ്ചരിക്കുന്ന സമയത്ത് ഹരിദ്വാറിൽ ചില സമയത്ത് പോവാറുണ്ട്. ചില സമയത്ത് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ പോവാറുള്ളത്. അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതായത് നീലധാര എന്നുള്ള സ്ഥലമുണ്ട്. അതായത് കാശിയിലേക്ക് പോകുന്ന ഗംഗയുടെ ഭാഗത്തിനാണ് അവിടെ ഹരിദ്വാറിൽ നീലധാര എന്ന് പറയുക. അവിടെ അനേകം ആ ഗംഗയുടെ തീരത്ത് അനേകം സന്യാസിമാർ, പ്രായമായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അവർ എന്താണെന്നുണ്ടെങ്കിൽ അവർ വാസ്തവത്തിൽ ധീരന്മാരാണ്. തണുപ്പ് വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് അവർ ആ തീരത്തു നിന്ന് പതുക്കെ നീങ്ങിയിട്ട് അവസാനം അവർ ആ ഗംഗയിലേക്ക് അവർ ഇറങ്ങിയിട്ട് അവർ ശരീരം ഉപേക്ഷിക്കും. ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നാണ്. തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ആ ഗംഗയിലേക്ക് ഇറങ്ങിയിട്ട് അനുഭവിച്ചെന്ന് വെച്ചാൽ തണുപ്പ് അത് ശരീരത്തിൽ ശീലമായിട്ട് മാറും. എന്നിട്ട് വളരെ അനായാസമായിട്ട് ഗംഗയിൽ ഇറങ്ങിയിട്ട് ശരീരം ഉപേക്ഷിക്കും. അപ്പോൾ അവനവൻ്റെ ആരോടും പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇതെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ള ബോധത്തോടു കൂടി ഗൃഹം വിട്ട് ഇറങ്ങിയിട്ട് അജ്ഞാതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് അവിടെ ശരീരം ഉപേക്ഷിക്കുക. ഇതാണ് ധീരന്മാരായിട്ടുള്ളവർ ചെയ്യുക എന്നാണ് ഇവിടെ വിതുരൻ ധൃതരാഷ്ട്രരോട് ഉപദേശിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇന്ന് ഭഗവാന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയൊക്കെ പറയാനും ചിന്തിക്കാനും സാധിച്ചത്. അപ്പോൾ ഇതിന് കൂടെ ഇത് കേൾക്കുന്നവരെല്ലാവരും വീണ്ടും കേൾക്കണം. എന്നാലേ ശ്ലോകങ്ങൾ വായിക്കാൻ സാധിക്കുള്ളൂ, അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുള്ളൂ. അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപേക്ഷിക്കാനും സാധിക്കില്ല. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.